തലസ്ഥാനത്തെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ആഴിമല. കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയുള്ളത് ഇവിടെയാണ്. ജടയിൽ ഗംഗയെ ധരിച്ച ഗംഗാധീശ്വരൻ, കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രവും ശിവരൂപവും ആഴിമല. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ഈ ശിവക്ഷേത്രമുള്ളത്. അവിടെയാണ് ഈ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്നത്. 2014 ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ ശിവരൂപത്തിന്റെ പണി പൂർത്തിയാവാൻ 6 വർഷമെടുത്തു. ദേവദത്തൻ എന്ന 23കാരനാണ് അന്നിത് പണി കഴിച്ചത്. ശിവഭക്തർക്കൊപ്പം വിനോദസഞ്ചാരികളും ഒഴുകിയെത്തുന്ന ക്ഷേത്രം. I'm in this temple, so this is the god Shiva. He's obviously very strong. So no, it's a very beautiful place. A lot of gods and a lot of locals are coming to worship the gods. So where are you coming from? I come from Hong Kong and I live in France also. So it's my 3rd time in India. First time? Third time? Yeah, I was in a third visit? Third visit. Oh, nice. I was in New Delhi and Rajasthan, and now it's my it's first time in Kerala, south. എന്ത് വലിയ ശില്പമാണല്ലേ. അതെ, കേരളത്തിലെ ഏറ്റവും വലിയ ശിവന്റെ ശില്പമാണ് നമ്മൾ ഈ കാണുന്ന ആഴിമല ശിവക്ഷേത്രം. ജഡയൊക്കെ ഉള്ള ഒരു ശിവൻ, 6 വർഷം ജഡയില് ഗംഗാദേവിനെ ഒളിപ്പിച്ച. അതെന്താ അതിന്റെ ഐതിഹ്യം? അതിന് ഒരുപാട് കഥയുണ്ട്. എങ്കിലും ഏറ്റവും ഫേമസ് ആയ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയിലെ ഒരു രാജാവ്, പുള്ളിക്കാരൻ തന്റെ അച്ഛന്റെ ചിതാഭസ്മം ഒഴുക്കാനായിട്ട് പുണ്യമായ ഒരു നദി വേണമെന്ന ആഗ്രഹത്താൽ ബ്രഹ്മാവിന് തപസ് ചെയ്യാം. ബ്രഹ്മാവിന് തപസ് ചെയ്ത് അവസാനം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പുള്ളിക്കാരന്റെ ആവശ്യമായിരുന്നു, എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഒഴുക്കാൻ എനിക്കൊരു നദി വേണം, പുണ്യമായ ജലം വേണം എന്ന രീതി. അങ്ങനെയാണ് തഥാസ്തു എന്ന് ബ്രഹ്മാവ് പറഞ്ഞതിന്റെ ഫലമായിട്ട് ഗംഗാദേവി അവതരിക്കുകയും ഭൂമിയിലേക്ക് ഒഴുകാൻ തുടങ്ങുകയും ചെയ്യുന്നത്. പക്ഷെ ഗംഗാനദിയുടെ വലിപ്പത്തെ ഭൂമിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. മുഴുവൻ ഗംഗാനദിയും. അതെ, ഗംഗാനദി എന്ന് പറയുന്ന ഒരു വലിയ നദിയാണ്, പുണ്യ നദിയാണ്. ഹിന്ദു ഐതിഹ്യത്തിൽ വെച്ചിട്ട് ഏറ്റവും പുണ്യമായ നദികളിൽ ഒന്നാണ്. അപ്പൊ ശരിക്കും പിന്നെ ഈ നദി ഭൂമിയിലോട്ട് വന്നപ്പോഴത്തേക്കും കര കംപ്ലീറ്റ് നദി കൊണ്ട് നിറഞ്ഞു. എല്ലാം തകർത്തുകൊണ്ട് നദി ഒഴുകുക. ഇങ്ങനെ പോയാൽ ഭൂമി നശിക്കുമെന്ന് മനസ്സിലായപ്പോൾ മഹാദേവൻ ചെയ്തതാണ് ആ ഗംഗാദേവിയെ അതുപോലെ എടുത്ത് തന്റെ തലയിലേക്ക് വെച്ചങ്ങ് കെട്ടി. ഗംഗാനദിയെ മൊത്തമായി ആവാഹിച്ച് തലയിലോട്ട് വെച്ചതും ആ ഭാരം ഭഗവാൻ താങ്ങാൻ പറ്റുന്നില്ല. പുള്ളിക്കാരൻ ശിവന് താങ്ങാൻ പറ്റില്ല. കാരണം അത്രമാത്രം വലിപ്പമുണ്ട്, അത്രമാത്രം ഭീമാകാരമാണ് ആ നദി, അത്രയും ആഴുണ്ടത്. അപ്പൊ അതിനെടുത്ത് തലയിൽ വെച്ച് കെട്ടിയപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ തല ഇങ്ങനെ നാടാൻ തുടങ്ങി. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, തന്റെ തല ജടമുടിയിൽ നിന്നും തന്റെ മുടിയുടെ ഒരു നാര് മാത്രം തലയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി. ആ ഗ്യാപ്പിൽ നിന്നും പുറത്തേക്ക് ചാടിയ വെള്ളമാണ് ഹിമാലയത്തിലേക്ക് പതിച്ച് ഗംഗാ നദിയായി ഒഴുകുന്നത്. അതിന്റെ ഒരു മിത്താണ് നമ്മൾ ഈ കാണുന്ന ഈ ഗംഗാ നദിയിൽ ഗംഗാദേവിയുമൊത്ത് നിൽക്കുന്ന ശിവൻ.
ശരിക്കും ഒരു നാര് മാറ്റിയപ്പോഴാണ് ഇത്രയും വലിയൊരു നദി ഉണ്ടാകുന്നത്. അപ്പൊ പുള്ളിക്കാരുടെ 5 നാര് കൂടെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യ വിഴുങ്ങിയാണ്. അതായത് കടലിന്റെ തീരത്തുള്ള ഒരു കേരളത്തിലെ വലിയൊരു പ്രതിമ ശിവന്റെ. അത് മാത്രല്ല 6 വർഷം എടുത്തിട്ടാണ് 6 വർഷം എടുത്തിട്ടാണ് ഇത് പൂർത്തിയാക്കാൻ പറ്റിയത്. അതെ, കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പെർഫെക്ഷൻ ആണ്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഈ ജടയാണ്. എപ്പോഴും ശിവന്റെ ജട ഭയങ്കരമായിട്ടൊരു ഹൈലൈറ്റിംഗ് പോയിന്റ് ആണ്. അതിന്റെ വർക്കാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഓരോ ജടയ്ക്കും 4 ഇല കൊടുത്തേക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ മലയാളികളും രുദ്രാക്ഷമൊക്കെ കൊത്തി വെച്ചിരിക്കുന്ന നോക്ക്, തലയോട്ടി ആണെങ്കിലും ഒക്കെ ഒന്ന് നോക്കിയ എല്ലാം പെർഫെക്റ്റ് ആയിട്ട്. അതെ, ഇപ്പൊ ഇവിടെ ഉത്സവമാണ്. 24 തുടങ്ങിയ ഉത്സവം ഫെബ്രുവരി 2-ാം തീയതി അവസാനിക്കും. അവസാന ദിവസം ഘോഷയാത്രയും ചടങ്ങുകളും ഒരുപാട് ആചാരങ്ങളും പ്ലോട്ടുകളും വാദ്യഘോഷങ്ങളും എല്ലാം ഉണ്ടാവും. ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വരുന്നു. ഇപ്പോഴേ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും നോക്കിയാൽ കാണാം ഇത്ര ആളുകളാണ് നമുക്ക് ഉള്ളതെന്ന്. ഒരുപാട് മലയാളികൾ മാത്രമല്ല, നോർത്ത് ഇന്ത്യൻസ് അടക്കം ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട്. അതെ അതെ അതെ. ഒരു അനുഭൂതിയാണ് ഈ ഇടം. നീലക്കടലും പാറക്കെട്ടുകളും കാഴ്ചാവിസ്മയം അത്രമേൽ മനോഹരമാക്കുന്നു.